ചിത്രാമ്മയുടെ എന്ന് പറയുന്നത് ഇന്ന് വരെ ഒരാളൊരിക്കലും അഹങ്കാരം കാണിച്ചിട്ടില്ല, ഒരാളോട് പോലും മോശമായിട്ട് പെരുമാറിയിട്ട് അത്രയും ഭയങ്കരമായിട്ട് സിമ്പതിയോടുകൂടി നല്ല ഇതിൽ പെരുമാറുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഇതിലാരോ ഒരാൾ നല്ല രീതിയിൽ പണി കൊടുത്തു എന്നുള്ളതാണ്. ചങ്കുകളെ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ ചിത്രേനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. ആ ചിത്രേനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് പൊങ്കാലകളും അതുപോലെ തന്നെ ഒരുപാട് പേര് ചീത്തവിളിയും ഇതൊക്കെ ഉണ്ടായിരുന്നു. അതിലൊന്നും ഒരു പ്രശ്നവുമില്ല പക്ഷേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ നമുക്ക് വിമർശിക്കാം, ആരെ വേണമെങ്കിലും നമുക്ക് വിമർശിക്കാം, അതൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മൾ തെറിയൊന്നും വിളിച്ചിട്ടില്ലല്ലോ, നമുക്ക് തെറി വിളിക്കേണ്ട ആവശ്യവുമില്ല. പിന്നെ ചിത്ര ഇന്നലെ കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ശരിയല്ല. അവർ കാണിച്ചത് വളരെ തെറ്റ് തന്നെയാണ്. അവർ ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും എന്തെന്നായിക്കഴിഞ്ഞാലും ഇവിടെ ഒരു ചുക്കുമില്ലായിരിക്കും. പക്ഷെ അവർ ഇന്നലെ ആ ഇട്ടൊരു വീഡിയോയിൽ നിർബന്ധമായിട്ട് എല്ലാവരും ചെയ്യണം എന്നുള്ള തരത്തിൽ ഒരു ആജ്ഞാപിക്കലായിരുന്നു. അവർ പാട്ട് പാടിക്കോട്ടെ, പാട്ട് നമ്മൾ കേട്ടോളാം, അതൊന്നും കുഴപ്പമില്ല. എന്തിനായിരുന്നു ഇന്നലെ അങ്ങനെ ഒരു നാടക വീഡിയോ, അതും ഒരു ആജ്ഞാപിക്കൽ? അവർക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ പോരെ, ഏതാ നിങ്ങൾ ഹിന്ദുക്കൾ വിശ്വാസികൾ ആരെങ്കിലും പോയി ചെയ്തോട്ടോ. അതല്ലല്ലോ അവർ പറഞ്ഞത്. എല്ലാവരും ചെയ്യണം, അന്നത്തെ ദിവസം 12 മണി മുതൽ രാമരാമൻ ജപിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ആജ്ഞാപിക്കലല്ലേ? നമ്മളതൊരു മതേതരത്വ രാഷ്ട്രമല്ലേ? നമ്മളെ രാഷ്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുക്കൾ മാത്രമാണോ ഉള്ളത്? അതിന് എല്ലാ ഹിന്ദുക്കളും വിശ്വാസികളാണോ? അതൊന്നുമല്ലല്ലോ. പിന്നെ എന്തിനാണ് ഇവർ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത്? ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയ അജണ്ടയാണെന്ന് കാണിക്കാൻ വേണ്ടി അറിയുന്നവർ തന്നെയാണ് എല്ലാവരും. ഇതൊരു രാഷ്ട്രീയ അജണ്ട തന്നെയാണ്, അല്ലാതെ ഇതിൻ്റെ പിന്നിൽ വേറെ ഒന്നും. ഇപ്പോഴേ പിന്നെ കുറേ ആൾക്കാർക്ക് എന്തോ ഒരു പറഞ്ഞിട്ടൊരു സാധനം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ശ്രീനിവാസിന് കൊടുത്തു, മോഹൻലാലിന് കൊടുത്തു, അനുശ്രീക്ക് കൊടുത്തു, ഇന്ന് ദിലീപിന് കൊടുത്തു. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആരാണ് കൊടുക്കുന്നത്? ഇത് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നുന്നത് ഈ BJP-ക്കാരാണ് കൊടുക്കുന്നത്, വേറെ ആരുമല്ല. അപ്പോൾ ഇതൊരു രാഷ്ട്രീയമായൊരു കളി മാത്രമാണ്. അതിനെതിരെ വിമർശനം വരും, അത് ഉറപ്പാണ്. ചിത്ര ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ചിത്രക്ക് ഇത് മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ ഈ വന്നവരെ പിണക്കിയെ കഴിഞ്ഞാൽ ഭർത്താവിന് ബിസിനസ്സൊക്കെ ഉള്ളതാണ്, ഇനി എല്ലാവർക്കും പേടിയാണെന്നില്ല, ഇപ്പോൾ ആരെങ്കിലും കയറി റെയ്ഡങ്ങാറ്റം നടത്തുമോ എന്നുള്ള പേടിയുണ്ടാവും. അങ്ങനെയൊക്കെ ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ചെയ്തത്. അല്ലാതെ ഇത് ചെയ്തത് വളരെ മോശം തന്നെയാണ്. കാരണം അവിടെ ഇങ്ങനെയൊരു അമ്പലം വരാനുണ്ടായ സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ ഒരു പള്ളി പൊളിച്ചിട്ടാണ് ഈ അമ്പലം വന്നിരിക്കുന്നത്. ഈ പള്ളി പൊളിച്ചതെന്ന് പറഞ്ഞാൽ എല്ലാ ഹിന്ദുക്കളും അതിന് പിന്നെ ഒരുമിച്ചൊന്നുമല്ല. ഒരുപാട് പേർക്ക് അതിൽ എതിർപ്പുണ്ട്. അത് നിങ്ങളെന്താ മനസ്സിലാക്കാത്തത്? അപ്പോൾ ഒരുപാട് ഈ ചിത്രേൻ്റെ പാട്ട് കേൾക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുക്കൾ മാത്രമാണോ? മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുടെ എല്ലാവരും ഉണ്ട്. ഞാൻ ഇന്ന് ഉറച്ചു നിൽക്കുന്നത് ഈ പിന്നെ ഏറ്റവും കൂടുതൽ ചിത്രയ്ക്ക് പ്രോത്സാഹനം നൽകുന്നത് പ്രവാസികൾ തന്നെയാണ്. ആ പ്രവാസ ജീവിതം ചിത്രയ്ക്ക് അറിയുന്നതാണ്, അവിടെയുള്ള ഒത്തൊരുമകൾ അറിയുന്നതാണ്. അവിടെ ഒരാളും പോയിട്ട് ഒരാളുടെയും ഇത് നശിപ്പിക്കാൻ നിൽക്കാറില്ല. അതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചിത്ര ഇങ്ങനെ ഒരു വീഡിയോ ഇറക്കിയത് വളരെയധികം മോശമായി എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ചിത്രക്ക് വേണമെങ്കിൽ പിന്നെ എന്താ പറയേണ്ടത്, മാന്യമായിട്ട് അവരോട് പറയാം, അയ്യോ ഞാൻ ഇത് ചെയ്യില്ല കേട്ടോ, ഇനി അങ്ങനെ ചെയ്യണമെങ്കിൽ തന്നെ ഈ വിശ്വാസികൾക്ക് മാത്രം പോയാൽ മതി കേട്ടോ, അങ്ങനെയും പറയാം. ഇത് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ആലോചിക്കണം, ഇത് എത്ര പേർക്ക് ഉൾക്കൊള്ളാൻ കഴിയുമെന്ന്. അതൊന്നുമില്ലാതെ ഇവിടെ വന്നിട്ട് വെറുതെ എന്തെങ്കിലും വർത്തമാനം എന്തെങ്കിലും പറഞ്ഞിട്ട് പാട്ട് പാടുന്നത് പോലെ അങ്ങ് പാടിയിട്ട് പോയി കഴിഞ്ഞാൽ ഇല്ലേ, അതൊരു വളരെ മോശമായൊരു ഇത് തന്നെയാണ്. നമുക്കറിയാലോ ഈ കൊറോണ കാലത്ത് ഈ പിന്നെ വിളക്ക് കത്തിക്കണം, പാട്ടം മുട്ടണം എന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് എന്തെങ്കിലും ആലോചിച്ച് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ? അതൊക്കെ ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഇപ്പോൾ പിന്നെ ഈ ഒരു അമ്പലം വരുമ്പോൾ ഒരുപാട് പേർക്ക് വലിയ വിഷമം ഉണ്ടാവും. കാരണം ഒരുപാട് പേരുടെ ജീവൻ പോയിന്. അതിലെന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു നമ്മളെയൊക്കെ ഈ നമ്മുടെ ഇന്ത്യയിൽ നടന്നത്. ഒരുപാട് പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അപ്പോഴും സമാധാനമായിരുന്നു. എന്തുകൊണ്ടാണ്? ഇപ്പോഴും പറയുന്ന ഒരു പേരാണ് പാണക്കാട് ശിഹാബ് അലി തങ്ങളുടേത്. അദ്ദേഹത്തിൻ്റെ ആ ഒറ്റ ഒരു ഇതിലാണ് നമ്മുടെ നാട് അത്രയും സമാധാനത്തിൽ നിന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഇടപെടൽ കൊണ്ട് മാത്രം. അതൊക്കെ ചരിത്രമാണ്. അതൊന്നും ചിത്ര എന്ന് പറയുന്ന പിന്നെ ഈ പാട്ടുകാരിക്ക് അറിയില്ല. അവർക്ക് ഈ കേരളത്തിൻ്റെയോ അല്ലെങ്കിൽ ഇന്ത്യൻ്റെയോ ചരിത്രങ്ങളൊന്നും അറിയില്ല. അവർ കുറച്ച് പാട്ട് പാടി കുറച്ച് പൈസ ഉണ്ടാക്കി എന്നല്ലാതെ വേറെ തരത്തിലുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. അവർക്ക് വേണമെങ്കിൽ ചോദിച്ചിട്ട് അവർക്ക് വേണമെങ്കിൽ ആ ഒരു പ്രതിഷ്ഠ നടക്കുന്ന സ്ഥലത്തേക്ക് പോകാം. അതിനൊന്നും ആരും ഇത് പറയുന്നില്ല. അതിനൊക്കെ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇപ്പോഴും ഈ BJP-ക്കാർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടൊക്കെ ഒരു മിസ് കോൾ അടിച്ചു കഴിഞ്ഞാൽ അവരിൽ അംഗത്വമായി. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്തോ ഒരു ഇതുകൊണ്ട് കൊടുക്കലാണ്, എന്താണ് അതിൻ്റെ പേര്, ഇതുകൊണ്ട് കൊടുക്കലാണ്. അതായത് ഇത് അയോധ്യയിൽ നിന്ന് പൂജിച്ച ഒരു സാധനമാണ്, കുറച്ച് ധാന്യങ്ങളാണിത്, അത് കൊണ്ട് കൊടുക്കലാണ്. അത് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരൊക്കെ BJP ആയി എന്നാണ് നമ്മൾ പൊതുജനങ്ങളെല്ലാം വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല.
ഇപ്പോൾ ശ്രീനിവാസിൻ്റെ വീട്ടിൽ അവർ കയറി ചൊല്ലുമ്പോൾ അയ്യോ ഇങ്ങോട്ട് വരല്ലേ ഇങ്ങോട്ട് വരല്ലേ എനിക്ക് വേണ്ട എന്ന് പറയാൻ ആർക്കും കഴിയില്ല. ഇപ്പോൾ സുരേഷ് ഗോപി തന്നെ നായനാറെ വീട്ടിൽ പോകാറുണ്ട്. നായനാറെ വീട്ടിൽ പോകുമ്പോൾ അവരെ കുടുംബത്തിന് പറയാൻ പറ്റും ഇങ്ങോട്ട് വരല്ലേ എന്ന്. കാരണം സുരേഷ് ഗോപിക്ക് നായനാറെ വലിയ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഈ താലവും കൊണ്ട് പോകുമ്പോൾ അങ്ങനെയാണ് ദിലീപൊക്കെ പെട്ടത്. മോഹൻലാലൊക്കെ പിന്നെ വാങ്ങിക്കും. മോഹൻലാൽ കഴിഞ്ഞാലും അനുശ്രീയായി കഴിഞ്ഞാലും അവരൊക്കെ രാഷ്ട്രീയം വ്യക്തമായിട്ട് പറഞ്ഞതാണ്. പറഞ്ഞില്ലെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അവർക്കൊക്കെ അങ്ങനെ ഒരു ഇതൊന്നുമില്ല. പക്ഷേ ചിത്രയുടെ ഈ ഒരു ആ ചിത്രം മനസ്സിലാക്കാത്തത് വളരെയധികം വിഷമമുണ്ടാക്കിയായിരുന്നു ഒരുപാട് പേർക്ക്. കാരണം ചിത്രയെ നമ്മൾ അങ്ങനെയല്ല സ്നേഹിച്ചത്. നമ്മുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ്, നമ്മുടെ ഒരു ചേച്ചി ഇല്ലൊരമ്മ, ഇങ്ങനെയൊക്കെയാണ് നമ്മളെല്ലാവരും ചിത്രയെ സ്നേഹിച്ചത്. അതുകൊണ്ടാണ് ജനങ്ങൾക്കാർക്കും ഇത് ഉൾക്കൊള്ളാൻ കഴിയാത്തത്. ചിത്രേനെ പറ്റിയിട്ട് ഇതുവരെ ആരെങ്കിലും മോശം പറഞ്ഞിട്ടുണ്ടോ? അവരുടെ ഹസ്ബൻഡ് എന്തോ ഒരു കേസിൽ പെട്ടു എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത വന്നപ്പോൾ തന്നെ ആ വാർത്ത അവതാരകനെ പൊങ്കാലിയിടാനാണ് എല്ലാവരും നോക്കിയത്. എന്നിട്ട് പോലും ചിത്രയുടെ ഭർത്താവ് അങ്ങനെ ചെയ്യില്ല എന്നാണ് എല്ലാവരും പറഞ്ഞത്. അതുപോലെ ചിത്രയുടെ മകള് ഇവിടെ നഷ്ടപ്പെട്ടപ്പോഴേ അന്ന് വിഷുക്കാലമായിരുന്നു. അന്ന് വിഷു ആഘോഷിച്ചിട്ടില്ല മലയാളികൾ ചിത്രയ്ക്ക് വേണ്ടിയിട്ട്. അത്ര സ്നേഹമാണ് ഈ ചിത്രയോട്. അത് പിന്നെ എന്താ പറയുക, നമ്മൾ ഈ ജാതി മത ഭേദമേനി ചിത്രയോട് സ്നേഹമാണ്. ചിത്രയെ സ്നേഹിക്കാത്ത ഒരു മലയാളികൾ പോലും ഉണ്ടാവില്ല. അതാണ്. മറ്റു പല പാട്ടുകാർ ഇപ്പോൾ യേശുദാസിൻ്റെ ഒന്നും എല്ലാവർക്കും സ്നേഹമെന്ന് ഞാൻ പറയില്ല. കാരണം അദ്ദേഹത്തിന് ഒരുപാട് എന്തെല്ലോ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അദ്ദേഹം ഒരുപാട് അഹങ്കാരമൊക്കെ കാണിക്കാറുണ്ട്. പക്ഷേ ചിത്രാ മേഡം എന്ന് പറയുന്നത് ഇന്ന് വരെ ഒരാളൊരിക്കലും അഹങ്കാരം കാണിച്ചിട്ടില്ല. ഒരാളോട് പോലും മോശമായിട്ട് പെരുമാറിയിട്ട് അത്രയും ഭയങ്കരമായിട്ട് സിമ്പതിയോടുകൂടി നല്ല ഇതിൽ പെരുമാറുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഇതിലാരോ ഒരാൾ നല്ല രീതിയിൽ പണി കൊടുത്തു എന്നുള്ളതാണ്. കാരണം ഇങ്ങനെയൊരു സംഭവം കൊടുത്തിട്ട് ഇത് ശരിക്കൊരു ഇത് BJPൻ്റെ ഒരു അജണ്ട തന്നെയാണ്, അല്ലാതെ ഇത് വേറെ ഒന്നുമല്ല. ചിത്രയും കൂടി ഞങ്ങളുടെ കൂടെ വന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടും ഇനി എന്ത് ചെയ്യും സഖാക്കളെ എന്നൊക്കെ പറഞ്ഞിട്ട് ചില മാധ്യമങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോൾ എനിക്ക് പുച്ഛാ തോന്നുന്നു. കാരണം ചിത്ര പറഞ്ഞുകൊണ്ട് മാത്രം ആരും ഒരു പാർട്ടിയിലേക്കും പോകില്ല. അത് നിങ്ങൾ മനസ്സിലാക്കാതെയോ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇങ്ങനെ ഒരു ഇത് ഇറക്കുമ്പോൾ അതിന് വിമർശനം ഉണ്ടാകും. അതിന് സൈബർ അറ്റാക്ക് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ വളരെ മോശമായ രീതിയിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ മോശം തന്നെയാണ്. അങ്ങനെ ചില ആൾക്കാരൊക്കെ ഈ ചീത്തയൊക്കെ പറയുന്നുണ്ട്. അതൊന്നും നമ്മൾ ഇതിലെടുക്കുന്നില്ല. അതൊക്കെ വളരെ മോശമാണ്. ഒരാളെ പോലും നമ്മൾ ചീത്ത പറയാനോ അല്ലെങ്കിൽ ശത്രുക്കളെ പോലും നമ്മൾ മോശമായ രീതിയിൽ പറയാൻ പാടില്ല. പ്രത്യേകിച്ച് അവരൊരു സ്ത്രീയാണ്, അതുകൊണ്ട് തന്നെ അങ്ങനെ പറയാൻ പാടില്ല. അവരുടെ ആശയത്തെ നമ്മൾ വിമർശിക്കുന്നു. അവരൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ചെയ്തത്. അതൊരിക്കലും നമുക്ക് എന്താ പറയുക ഉൾക്കൊള്ളാൻ കഴിയില്ല. ഉൾക്കൊള്ളുന്നവർ ഉൾക്കൊണ്ടോ അത് കുഴപ്പമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ആർക്ക് വേണമെങ്കിലും എന്ത് പ്രസ്താവന വേണമെങ്കിലും ഇറക്കാം, പിന്നെ അതിന് വിമർശിക്കുകയും ചെയ്യാം. അതൊന്നും ഒരു കുഴപ്പമില്ല. എല്ലാം ഉള്ള ഈ സ്ഥലം തന്നെയാണ് നമ്മളത്. അപ്പോൾ എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ചിത്രാ മേഡം ഒന്നുകിൽ അത് പിൻവലിക്കുക, ഇല്ലെങ്കിൽ പിന്നെ സോറി പറയുക സമൂഹത്തോട്. അതാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് വേണ്ടിപ്പോയാണ്. നന്ദി, നമസ്കാരം.